വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച 5 പേരിൽ 4 പേർക്ക് രോഗം ഭേദമായി. ചികിത്സയിൽ ഒരാൾ മാത്രം. കോഴിക്കോട് ജില്ലയിൽ നിലവിൽ 5 പേർക്കാണ് വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചത്. ഇവരിൽ 4 പേർ ചികിത്സ കഴിഞ്ഞ് പനി സുഖപ്പെട്ട് വീടുകളിലേക്ക് മടങ്ങി. 3 പേർ കോഴിക്കോട് സിറ്റിയിലും ഒരാൾ നന്മണ്ടയിലും ഒരാൾ കൂടരഞ്ഞിയിലുമുള്ളവരാണ്. 5 പേരിൽ ഒരാൾ മാത്രമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. അതേസമയം വെസ്റ്റ് നൈൽ പനി സംശയിക്കുന്ന ഒരാൾ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. പനി സ്ഥിരീകരിച്ചിട്ടില്ല. വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. വെസ്റ്റ് നൈൽ പനിയെ പ്രതിരോധിക്കാൻ കൊതുക് നിവാരണവും ഉറവിട നശീകരണവും പ്രധാനമാണ്. കഴിഞ്ഞയാഴ്ച നടന്ന ആരോഗ്യവകുപ്പിന്റെ ഉന്നതതല യോഗത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. കോഴിക്കോട് കലക്ട്രേറ്റിലും ഇന്ന് നടന്ന അവലോകന യോഗത്തിൽ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ജില്ലാ ഭരണകൂടങ്ങളുമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായും ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്താനും നിർദ്ദേശം നൽകി. എന്നാൽ വെസ്റ്റ് നൈൽ രോഗത്തെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ജില്ലയിലില്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. There is no need to panic as of now. കാരണം ഇത് ഡെങ്കു പോലെ നമുക്ക് കൺട്രോൾ ചെയ്യണം. പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് നമ്മുടെ വാട്ടർ സോഴ്സസ്, ഡ്രിങ്കിങ് വാട്ടറും എല്ലാം നമുക്ക് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് മാനേജ് ചെയ്യാം. തലവേദന, പനി, പേശിവേദന, തലചുറ്റൽ, ഓർമ്മ നഷ്ടപ്പെടൽ എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. രോഗബാധയുണ്ടായ ഭൂരിപക്ഷം പേരിലും പലപ്പോഴും രോഗലക്ഷണങ്ങൾ പ്രകടമായി അനുഭവപ്പെടാറില്ല. ചിലർക്ക് പനി, തലവേദന, ഛർദി, ചൊറിച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങൾ കാണാം. 1% ആളുകളിൽ തലച്ചോറിനെ ബാധിക്കുന്നത് മൂലം ബോധക്ഷയവും ചിലപ്പോൾ മരണം വരെയും സംഭവിക്കാം. എന്നാൽ ജപ്പാൻ ജ്വരത്തെ അപേക്ഷിച്ച് താരതമ്യേന മരണനിരക്ക് കുറവാണിതിന്. വെസ്റ്റ് നൈൽ വൈറസിനെതിരായ മരുന്നുകളോ വാക്സിനോ ലഭ്യമല്ലാത്തതിനാൽ രോഗലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയും പ്രതിരോധവുമാണ് പ്രധാനം. കൊതുകുകടി ഏൽക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ല പ്രതിരോധ മാർഗം. കൈരളി ന്യൂസ്, കോഴിക്കോട്.